ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ചന്ദ്ര കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം സച്ചി വാങ്ങി നേരെ രേവതിയുടെ കയ്യിലങ്ങ് ഏൽപ്പിക്കുക. രേവതിയാണെങ്കിൽ അപ്പം തന്നെ ആ പെട്ടി തുറന്ന് അതിലെ ഒരു വള എടുത്ത് നോക്കൂട്ടോ. എന്നിട്ട് ഒരു സംശയം പോലെ നമ്മുടെ ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഇത് കാണുന്ന ചന്ദ്ര, നീ എന്താടി എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നത്? അതിലെ സ്വർണം ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് പറയണേ. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ എടുത്തെന്ന് എന്ന് തക്ക മറുപടി കൊടുക്കുക കേട്ടോ നമ്മുടെ രേവതി. എന്നിട്ട് പറയും, സച്ചിയേട്ടാ വന്നേ, നമുക്കിപ്പോൾ തന്നെ പോവാന്ന് പറയാണ്. അങ്ങനെ രവിയോടൊക്കെ സമ്മതം ചോദിച്ച് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ജ്വല്ലറിയിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ചന്ദ്ര പറയും, ഈ സ്വർണം കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ? അവരെങ്ങോട്ട് പോയാലും നിനക്ക് എന്താ ചന്ദ്രയെന്ന് ചോദിക്കാട്ടോ രവി. അവള് പോയാൽ പറ്റത്തില്ല, അവള് പോയാൽ ഇവിടെ ആരാ ചോറ് വിളമ്പി തരാന്ന് ചോദിക്കാട്ടോ. അപ്പോഴേക്കും നമ്മുടെ രവി, അല്ല നിന്റെ കൈ ഒടിഞ്ഞ ഇതുവരെ മാറിയില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോ ചന്ദ്ര പറയും, അതിന് എന്റെ കൈ ഒടിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഒടിഞ്ഞിട്ടില്ലല്ലേ, അപ്പൊ നിനക്ക് തന്നെ ചോറ് വിളമ്പി തിന്നാലോ. നിങ്ങൾ പോയിട്ട് വാ മക്കളെ എന്ന് പറയണേ. അവർ പോയി കഴിഞ്ഞതിന് ശേഷം രവിയോട് ചോദിക്കും ചന്ദ്ര, ആ സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ട് അവൾ എങ്ങോട്ടാ പോകുന്നത്? അവളുടെ അമ്മയ്ക്ക് കൊടുക്കാനാണോ? അവരെങ്ങോട്ടെങ്കിലും പോക്കോട്ടെ ചന്ദ്രേ, നീ പോയി ആഹാരം കഴിക്കുക എന്ന് പറയുമ്പോൾ നേരെ പോവാണ് കേട്ടോ. അപ്പൊ സുധിയെ കാണുമ്പോൾ ദേഷ്യം പിടിച്ച് നിൽക്കുവാണ്. അങ്ങനെ കാറുമായിട്ട് ജ്വല്ലറിക്ക് മുന്നിൽ വന്നിറങ്ങുകയാണ് സച്ചിയും രേവതിയും. അപ്പൊ നമ്മുടെ സച്ചി പറയും, അച്ചമ്മയ്ക്ക് കൊടുക്കുന്ന ചെയിനിന്റെ ഒരു മോഡൽ എന്റെ മനസ്സിലുണ്ട്, ആ മോഡലൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറയും, എല്ലാ മോഡലും കാണും, ഇതിന്റെ ഓണറെ എനിക്കറിയാം, അമ്പലത്തിന്റെ സൈഡിൽ ഇവരുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, അവിടെ നിന്ന് എൻ്റെ ആഭരണങ്ങളും വാങ്ങിയേ ഞാൻ അവിടെ പൂക്കൾ കൊടുക്കാറുണ്ടെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ സച്ചി പറയും, നിന്റെ ആഭരണങ്ങളൊക്കെ വിൽക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, വേറെ വഴിയില്ലാത്തത് കൊണ്ടാട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അതിലേ എനിക്ക് ഒരു വിഷമവും ഇല്ല എന്ന് പറയണേ. അങ്ങനെ ഇവര് ജ്വല്ലറിയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ രേവതി പറയും, രാധാകൃഷ്ണൻ സാർ ഉണ്ടോന്ന് ചോദിക്കേ. ഇല്ലല്ലോ, കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ വരുമായിരിക്കും എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതൊന്നുമല്ല, ഞങ്ങൾക്കൊരു ചെയിൻ വേണം, അദ്ദേഹത്തെ പരിചയമുള്ളതുകൊണ്ട് ചോദിച്ചതാന്ന് പറയണേ. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ പറയും, ഞാൻ അദ്ദേഹത്തിന്റെ അളിയനാണ് എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ സച്ചി രേവതിയുടെ ചെവിയിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അളിയൻ എന്ന് പറഞ്ഞാലേ എന്തെങ്കിലും ഏടാകൂടം പിടിച്ച ആളായിരിക്കും, ഒന്നും മിണ്ടാതിരിക്കുക സച്ചിയേട്ടാ എന്ന് പറയണേ. അല്ല, എനിക്ക് കിട്ടിയ ഒരളിയ അങ്ങനെയാണ് എന്ന് പറയാൻ കേട്ടോ സച്ചി. അപ്പോൾ ഇവരോട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ സെയിൽസ് കാരൻ ചോദിക്കുന്നുണ്ട്, എന്ത് മോഡൽ ചെയിൻ വേണം? അങ്ങനെയൊന്നുമില്ല, എൻ്റെ മനസ്സിലൊരു ചെയിൻ ഉണ്ട്, പ്രായമുള്ള ഒരാൾക്കാണ്, ഒരു 3 പവനോ അതിലധികമോ കൂടിയാലും കുഴപ്പമില്ല, നിങ്ങൾ ഇവിടുത്തെ മോഡലൊക്കെ ഒന്ന് കാണിക്ക് എന്നങ്ങ് പറയട്ടോ സച്ചി. അതുപോലെ ചെയ്യാണ് അയാള്. അങ്ങനെ 1-2 മാലകൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ സച്ചി പറയും, ഇതൊന്നും എൻ്റെ മനസ്സിലുള്ള മാലയല്ല, ഇതൊന്നും കൊള്ളത്തില്ല, ഇവിടെ ആ മോഡൽ ഇല്ലെന്നാ തോന്നുന്നതെന്ന് പറയുമ്പോൾ സെയിൽസുകാരൻ പറയും, വേറെ മോഡലിൽ തരാം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആ ഒരു ഇതില് ഏകദേശം സച്ചി ഉദ്ദേശിച്ച ആ മാല കിട്ടൂട്ടോ. അത് എന്നിട്ട് രേവതിയുടെ കഴുത്തിൽ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. അപ്പൊ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എനിക്കല്ലല്ലോ, പിന്നെ എന്തിനാ എൻ്റെ കഴുത്തിൽ വെക്കുന്നത്? നിനക്ക് ചേർന്നാൽ അച്ചമ്മയ്ക്കും ചേരുന്ന. ഇതിന് എത്ര രൂപയാവും, എത്ര പവൻ ഉണ്ടെന്ന് രേവതി ചോദിക്കുമ്പോൾ അത് 3 പവനോളം വരും, പണിക്കൂലി അടക്കം 3.5 ലക്ഷം രൂപ വരും എന്ന് പറയുമ്പോൾ, കുഴപ്പമില്ല, ഇത് എടുക്കാല്ലേ സച്ചിയേട്ടാ എന്ന് പറയണേ. അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അതെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്, അത് തന്നിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറയുമ്പോൾ അയാൾ പറയും, ആ കൊണ്ടുവന്ന് സ്വർണ്ണം എടുക്ക്. അപ്പോൾ അയാൾ പറയും, ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാന്ന് പറയുമ്പോൾ സച്ചിയൊക്കെ സമ്മതിക്കാണ് കേട്ടോ. ആ സമയത്ത് ജ്യൂസും കൊണ്ട് ഒരുത്തൻ വരുന്നുണ്ട്. അത് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ സച്ചി പറയും, ഓ നിക്കടോടെ, എന്നാ ഒരു പുളിയാ, ഇങ്ങനെയാണോ ജ്യൂസ് ഉണ്ടാക്കുന്നത് എന്നും ചോദിച്ച് രേവതിയുടെ കയ്യിലുള്ള ജ്യൂസൊക്കെ വാങ്ങിയിട്ട് അയാൾക്ക് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. എന്താ സച്ചിയേട്ടാ ഇത് എന്ന് ചോദിക്കുമ്പോൾ, അവർ ക്യാഷൊക്കെ വാങ്ങുന്നതല്ലേ, നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി തരാറില്ലെങ്കിൽ അത് കുടിക്കണ്ട എന്ന് പറയാണ് നമ്മുടെ സച്ചി. അങ്ങനെ ചെക്ക് ചെയ്യുന്നിടത്തുനിന്ന് അവിടുന്ന് ഒരാൾ പറയുന്നുണ്ട്, അത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റാ എന്നുള്ള കാര്യം. അപ്പൊ നേരെ ആ അളിയന്റെ അടുത്ത് വന്നിട്ട് അയാൾ കാണിച്ചു കൊടുക്കുകയാണേ, ഇതേ ഗോൾഡ് അല്ല, ഗോൾഡ് കവറിങ് ആഭരണങ്ങളാന്ന് പറയുമ്പോൾ, ആഹാ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ അടുത്തേക്ക് പോവാ അളിയൻ. അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ സച്ചി ചോദിക്കും, അതിന് എത്ര രൂപ കിട്ടും? 1 രൂപ പോലും കിട്ടത്തില്ല, പറ്റിക്കൽ ടീമാണല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് അങ്ങ് ദേഷ്യം പിടിക്കൂട്ടോ. എന്താ പറഞ്ഞേ, പറ്റിക്കൽ ടീമോ? ഞങ്ങൾ എങ്ങനെയാണോ തന്നെ പറ്റിച്ചേ എന്ന് ചോദിക്കുമ്പോൾ, ഗോൾഡ് ആണെന്ന് പറഞ്ഞ് ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ കൊണ്ടുവന്ന് സ്വർണം മേടിച്ച് മുങ്ങാമെന്ന് വിചാരിച്ചോ? ദേ താൻ അടി മേടിക്കുക എന്ന് പറയട്ടോ. അടിച്ചത് മാത്രമേ കാണുള്ളൂ, പിന്നീട് ലോക്കപ്പിൽ പോയി കിടക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഞങ്ങൾ കൊണ്ടുവന്നത് സ്വർണ്ണാഭരണങ്ങൾ തന്നെയാ. അപ്പോൾ സച്ചിയും പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ ഗോൾഡാണ് തന്നത്, നിങ്ങളാണ് ഞങ്ങളെ പറ്റിക്കുന്നത്, ഉള്ളിൽ കൊണ്ടുപോയി
ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആളിയൻ പറയും, കൊള്ളാലോട് താൻ, നിങ്ങൾ ഗോൾഡ് കവറിങ് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഞങ്ങളുടെ തലയിലേക്ക് ഇടേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, കുറച്ച് സ്വർണം കൂടി ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇത് നിങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് തന്നെ വാങ്ങിയതാ എന്ന് പറയുമ്പോഴും അയാൾ ചൂടാവാണ് കേട്ടോ. അത് കാണുമ്പോൾ സച്ചി പറയും, എടോ താനാടോ ഞങ്ങളെ പറ്റിച്ചതെന്ന് പറഞ്ഞിട്ട് അയാളുടെ കോളറിന് പിടിക്കാട്ടോ. അപ്പോഴേക്കും അയാൾ പറയും, താനാടോ ഞങ്ങളെ പറ്റിച്ചേ, സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ക്യാമറ ഉണ്ട്, നിങ്ങളുടെ സ്വർണ്ണം ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിലും അതിന് പറ്റും. എന്നിട്ട് അയാൾ മറ്റൊരാളെ വിളിച്ച് പറയുന്നുണ്ട് പോലീസിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കൂടി കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് ആകെ പേടിയാവട്ടോ. എന്നിട്ട് രേവതി പറയും, സാർ പോലീസിനെ വിളിക്കണ്ട, ഞങ്ങൾ തട്ടിപ്പ് സംഘമൊന്നുമല്ല, ഞങ്ങളുടെ കയ്യിലുള്ള ഗോൾഡ് എങ്ങനെ മാറിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാണ്. വീണ്ടും അവർ പോലീസുകാരെ വിളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ സച്ചി പറയും, താൻ വിളിക്കടോ, ഞങ്ങൾക്കൊരു പേടിയില്ല തെറ്റ് ചെയ്യാത്തടത്തോളം കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, സാർ ഞങ്ങളൊന്ന് വിശ്വസിക്കുക, ഞങ്ങൾക്കറിയാലോ ഗോൾഡും കൊണ്ട് ഇവിടെ വന്നാൽ അത് ഉരച്ചു നോക്കുമെന്ന്, പിന്നെ ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമൊക്കെ കൊണ്ടുവരുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, നിങ്ങളൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ മാത്രം ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ല, പോലീസ് ഇങ്ങ് വരട്ടടോ എന്ന് പറയുമ്പോൾ അതിന്റെ ഓണർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആളിയൻ പറയുന്നുണ്ട്, ഇവർ ഗോൾഡ് കവറിങ് ആഭരണങ്ങളുമായിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നുള്ള കാര്യം. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, രേവതി എന്താ പ്രശ്നം, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സാർ എനിക്കറിയില്ല, എൻ്റെ ആഭരണങ്ങൾ ഇവിടെ വെച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാ, പക്ഷേ ഇവർ പറയുന്നു റോഡ് ഗോൾഡ് ആണെന്ന്, എനിക്കറിയില്ല അതെങ്ങനെ സംഭവിച്ചെന്ന് എന്ന് പറയുമ്പോൾ രാധാകൃഷ്ണൻ നേരെ അളിയനെ നോക്കുക കേട്ടോ. ഇത് റോഡ് ഗോൾഡ് തന്നെയാണ്. അപ്പോഴും നമ്മുടെ സച്ചി പറയുന്നത് ഇവിടെ വെച്ച് മാറി എന്നാണ് കേട്ടോ. അപ്പൊ അയാൾ പറയും, അനിയ ഇവിടെ വെച്ച് മാറത്തില്ല, എത്രയോ വർഷത്തെ പാരമ്പര്യമുണ്ട്, ഇവിടെ ആരും കട്ടെടുക്കില്ല എന്ന് പറയുമ്പോൾ സച്ചി രേവതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. അപ്പോൾ അതിന്റെ ഓണർ പറയും, രേവതി അങ്ങനെ കള്ളം കാണിക്കുന്ന കൂട്ടത്തിലല്ല, എന്താ രേവതി സംഭവിച്ചതെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല സർ. രേവതി, നിങ്ങൾ അറിയാതെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, വേറെ വല്ല ജ്വല്ലറിയിലും ആയിരുന്നെങ്കിൽ നിങ്ങളെ പോലീസുകാർ ഇപ്പോൾ കൊണ്ടുപോയേനെ, ഇവിടെ തന്നെ വന്നത് നിങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടേ. പോലീസിനെ വിളിക്കുക എന്ന് പറയുമ്പോൾ ആ മുതലാളി പറയും, വേണ്ട, അവർക്ക് കയ്യിലുള്ളത് അങ്ങ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ആ റോഡ് ഗോൾഡ് ആഭരണങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആ അളിയൻ ചോദിക്കും, അല്ല ജ്യൂസ് കുടിച്ചതല്ലേ, ഒരു ചായ കൂടി പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് കയ്യിലുള്ള പൈസ എടുത്ത് അയാളുടെ മുഖത്തേക്ക് എറിയുവാണേ. പിന്നീട് രേവതി സച്ചിയെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോഴേക്കും സച്ചി രവിയെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കും കേട്ടോ. ആരെയായി വിളിക്കുന്നേ, അച്ഛനെ വിളിച്ച് പറയണം, അമ്മയോട് ചോദിക്കാൻ പറയണം എന്നൊക്കെ പറയണേ. ഓണറുടെ അളിയൻ പറഞ്ഞത് കേട്ടില്ലേ, നമ്മൾ തട്ടിപ്പ് സംഘാണത്രേ, സ്വർണം മാറ്റിയത് ആരാണെങ്കിലും ഞാൻ അവരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് രേവതിയെയും കൂട്ടിയിട്ട് സച്ചി അങ്ങ് പോവാണേ. സച്ചിക്കാണെങ്കിൽ ആ അപമാനിക്കല് തീരെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ. വീണ്ടും വീണ്ടും ആ ജ്വല്ലറിയിൽ നടന്ന ആ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ രേവതിയോട് സംസാരിക്കാണ്. അപ്പൊ രേവതി പറയും, വീട് സച്ചിയേട്ടാ, അല്ലെങ്കിൽ തന്നെ അവരെന്തിനു പറയണം, ഇതിന്റെ കാരണക്കാരെയാണ് പറയേണ്ടത്, അവർക്കിട്ട നല്ലോണം പൊട്ടിക്കണ്ടേ എന്ന് പറയുമ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ അതൊക്കെ ഒന്ന് വീട് എന്ന് പറയുമ്പോ നീയേ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പൊക്കോ. അപ്പൊ സച്ചി ഏട്ടനോ, ഞാൻ വന്നോളാം, ഇതിന് പിന്നിലെ ആ സുധി ആയിരിക്കും, അവനാണ് റോഡ് ഗോൾഡ് വെച്ച് നമ്മളെ പറ്റിച്ചത്, 2 പൊട്ടിച്ചാലേ അവൻ സത്യം പറയും, അവനിപ്പോ ഷോപ്പിൽ കാണും, നീ വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറയാണ്. അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്താ നടന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ലല്ലോ സച്ചിയേട്ടാ, പിന്നെ അദ്ദേഹത്തെ പോയി തള്ളിയാൽ അത് വളരെ പ്രശ്നത്തിലേക്ക് അവസാനിക്കുള്ളൂ എന്ന് പറയാണ്. അവൻ തന്നെ ആയിരിക്കും ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി ചോദിക്കും, സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നത് അമ്മയുടെ കയ്യിലല്ലേ, അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അദ്ദേഹം വാങ്ങുന്നത്, രേവതി നിനക്ക് അവനെ അറിയാഞ്ഞിട്ടാ, തന്ത്രപൂർവ്വം അമ്മയെ പറ്റിച്ച് അവൻ കൈക്കലാക്കി കാണും, അവൻ അമ്മയെ അറിയാതെ അമ്മയുടെ അടുത്തുള്ള സ്വർണം കൊണ്ടുപോയി വിറ്റു, എന്നിട്ട് അവിടെ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ കൊണ്ടുവച്ചു, അതാണ് നടന്നത്. വീണ്ടും പറയാ രേവതിയോട് പൊക്കോളാൻ വേണ്ടിയിട്ട്, ഇല്ല ഞാൻ പോകുന്നില്ല, ഇപ്പൊ നമ്മുടെ വീട് സമാധാനത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, ഇനി സച്ചേട്ടനായിട്ട് അത് കോളാക്കാൻ നടക്കണ്ട, അവനെ മുന്നിൽ കണ്ട ഞാൻ ഇടിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, ഇപ്പോ നമ്മുടെ വീട്ടില് അച്ഛമ്മയുണ്ട്, അച്ഛമ്മ പോകുന്നത് വരെ ഈ ഒരു കാര്യം അവിടെ ആരും അറിയാൻ വേണ്ടിയിട്ട് പോവരുത്, അതുകൊണ്ട് സച്ചേട്ടൻ എൻ്റെ കയ്യിലടിച്ച് സത്യം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രേവതി തലയിൽ വെച്ച് സത്യം ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ പോകുന്നത് വരെ ഈ ഗോൾഡ് മാറ്റിയ വിവരം ആരും അറിയില്ല എന്ന്, 2 ദിവസം നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കാം എന്ന് പറയുമ്പോൾ അച്ഛമ്മയുടെയും അച്ഛൻ്റെയും മനസ്സ് വേദനിക്കരുത്, അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി.